പ്രാക്ടീസിങ് ലോയേഴ്സിന് ഒരു പലതരത്തിലുള്ള ഉപദേശങ്ങൾ കൊടുക്കുക എന്നുള്ളതിന് ഒരു കേപ്പബിൾ ആയിട്ടുള്ള ഒരാളല്ല ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതും what I learned from my mistakes, അല്ലെങ്കിൽ ഞാനിവിടെ പറയാൻ ശ്രമിക്കുന്ന കാര്യങ്ങളിൽ എന്നോട് തന്നെ പറയുന്നതാണ്. സോ പ്ലീസ് ഡോണ്ട് ടേക്ക് ഇറ്റ് ആസ് എ അഡ്വൈസ്. ഒരു ഡിസ്കഷൻ പോയിന്റ് എന്നുള്ള നിലയ്ക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളായിട്ട് കണ്ടാൽ മതി. മുമ്പൊക്കെ ഏതെങ്കിലും പരിപാടികളിൽ സംസാരിക്കാൻ പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയണം എന്ന് ഞാൻ വിചാരിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഐ തിങ്ക് I'll focus on 3 or 4 points as a lawyer. നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നുന്ന കുറച്ച് സജഷൻസ് മാത്രം വെച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കാം. I'll take questions. ഫസ്റ്റ് തിങ്, സാർ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞു ഈ ഡിലേമ ഉണ്ടല്ലോ, നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ. ഇപ്പോ അഭിഭാഷകർ എന്നുള്ള നിലക്ക് നിങ്ങൾ കളവ് പറയുകയല്ലേ, ഒരു ലൈറ്ററായ ക്വസ്റ്റ്യൻ ആണ്. വളരെ ഡീപ്പായിട്ട് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഇത് മോറലി ശരിയാണോ, ഇതൊരു ആ നിലയ്ക്ക് ഒരു നോബൽ പ്രൊഫഷൻ എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ഇതൊരു നോബൽ പ്രൊഫഷൻ ആണോ ആക്ച്വലി എന്നുള്ള കൺഫ്യൂഷനാണ് ബേസിക്കലി നമ്മളെയും പൊതുവെ പബ്ലിക്കിനെയും അലട്ടുന്നത്. ആ നിലക്ക് ഈ പ്രൊഫഷൻ തിരഞ്ഞെടുക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ അത്തരത്തിലൊരു പ്രൊഫഷൻ അല്ല, ഒരു റെപ്യൂട്ടഡ് പ്രൊഫഷൻ എന്നൊക്കെ നമ്മൾ കരുതുമ്പോഴും ലോയേഴ്സിന് സമൂഹത്തിലൊരു റെപ്യൂട്ടേഷൻ ഉള്ളപ്പോഴും സമൂഹത്തിലെ വലിയൊരു വിഭാഗം ഇതങ്ങനെയല്ല എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടെന്ന് നമുക്കറിയാം. ഇത് നമ്മുടെ മാത്രം ഡിലെമല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പൊ ഈ എഫ് ലീ ബെയ്ലി എന്ന് പറയുന്ന അമേരിക്കയിലെ ഒരു വളരെ അറിയപ്പെടുന്ന, നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഫ്രാൻസിസ് ലീ ബെയ്ലി, അമേരിക്കയിലെ ഏറ്റവും അറിയപ്പെട്ട പ്രസിദ്ധനും പല രീതിയിൽ ഫേമസ് ആയിട്ടുള്ള ക്രിമിനൽ ലോയറാണ് എഫ് ലീ ബെയ്ലി. അദ്ദേഹത്തിന്റെ നിരവധി പുസ്തകങ്ങളുണ്ട്. ഇപ്പോൾ ഡിഫൻസ് നെവർ റെസ്റ്റ് എന്ന് പറയുന്ന പുസ്തകമുണ്ട്, ഫോർ ദ ഡിഫൻസ് എന്ന് പറയുന്ന അദ്ദേഹം പറയുന്ന പുസ്തകങ്ങളുണ്ട്. യങ് ലോയേഴ്സിനുള്ള അദ്ദേഹത്തിന്റെ അഡ്വൈസസ് ഉള്ള പുസ്തകങ്ങൾ, ഹൗ ടു ബി എ ട്രയൽ ലോയർ എന്ന് പറയുന്ന പുസ്തകമുണ്ട്. ഞാൻ ഈ പുസ്തകങ്ങളുടെ പേര് പറയുന്നത് അത് വായിക്കുന്നത് വളരെ പുതിയ ലോയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും ഞാൻ പേഴ്സണലി ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വായിക്കുന്ന പുസ്തകങ്ങളാണ് ഇതെല്ലാം. അതിൽ അദ്ദേഹത്തിന്റെ ഒരു എക്സ്പീരിയൻസസ് വഴി അദ്ദേഹം സംസാരിക്കുകയാണ്, നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഒന്ന്, നമുക്ക് ആസ് എ ലോയർ നമ്മുടെ ക്വാളിറ്റി എൻഹാൻസ് ചെയ്യുന്നതിനും പ്ലസ് ഒരു മോട്ടിവേഷൻ എപ്പോഴും കിട്ടുന്നതിനും ഒരു നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പുസ്തകങ്ങളാണ് അദ്ദേഹത്തിന്റെ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പേഴ്സണലി. അദ്ദേഹത്തിന്റെ ഈ ട്രയൽ ലോയേഴ്സിനുള്ള പുസ്തകത്തിൽ ഒരു ചാപ്റ്ററിൽ ഈ വിഷയം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഡിഫൻസ് നെവർ റെസ്റ്റിന്റെ അവസാന ചാപ്റ്ററിലും അദ്ദേഹം മറ്റൊരു രീതിയിൽ അദ്ദേഹത്തിന് അമേരിക്കയിലെ ഒരു ജയിലിൽ നിന്ന് ലഭിച്ച ഒരു കത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ആ കത്തില് ഒരു തടവുകാരൻ ഒരു കൊലപാതക കേസിൽ കുറ്റസമ്മതം നടത്തിയ ഒരു തടവുകാരൻ, അങ്ങനെ ശിക്ഷ വിധിക്കപ്പെട്ട, എനിക്ക് തോന്നുന്നു ഞാൻ കുറെ മുന്നേ വായിച്ചതാണ്, വധശിക്ഷയോ മറ്റോ വിധിക്കപ്പെട്ട ഒരു തടവുകാരൻ അദ്ദേഹത്തിന് ഒരു കത്ത് എഴുതുകയാണ്. അദ്ദേഹത്തോട് പറയുന്നത്, ഞാൻ കുറ്റവാളിയല്ല, അന്നത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ കുറ്റസമ്മതം നടത്തിയിട്ടുള്ളതാണ്, പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളാൽ കുറ്റസമ്മതം നടത്തിയിട്ടുള്ളതാണ്, എന്നെ രക്ഷിക്കണം, എനിക്ക് ജീവിക്കണം, ഇതാണ് ആ കത്ത്. അപ്പൊ അദ്ദേഹം അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോവല്ല. അദ്ദേഹം അതിൽ പറയുന്നത്, കോടതികളെ സംബന്ധിച്ചിടത്തോളം സത്യത്തിന് പ്രസക്തിയില്ല. നിങ്ങൾ കോടതി വരാന്തയിൽ പ്രവേശിച്ചാൽ പിന്നെ അവിടെ തെളിവുകളാണ് പ്രധാനം, സത്യമല്ല. ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് അവിടെ കളവാണ് പ്രധാനം. ഇങ്ങനെയാണ് ആളുകൾ മനസ്സിലാക്കുന്നത്. സത്യം ബാർ കളവ്, ഇങ്ങനെയാണല്ലോ ആൾക്കാർ മനസ്സിലാക്കുന്നത്. അങ്ങനെയല്ല. സത്യം എന്ന് പറയുന്നത് ആപേക്ഷികമാണ്. ഓരോരുത്തരുടെയും പെർസെപ്ഷൻ വ്യത്യസ്തമാവാം, ഓരോരുത്തരും ചെയ്യാനുണ്ടായ സാഹചര്യങ്ങൾ വ്യത്യസ്തമാവാം. ഒരു സിസ്റ്റത്തെ സംബന്ധിച്ചിടത്തോളം, ഞാൻ എന്റെ ഫോക്കസ് അതാണ്, ഒരു സിസ്റ്റത്തെ സംബന്ധിച്ചിടത്തോളം തെളിവുണ്ടോ എന്ന് പരിശോധിക്കുക എന്നുള്ളത് ആണ് ഒരു സിസ്റ്റത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. അതിന്റെ കാരണം ഇവിടെയാണ് ഞാൻ എന്റെ ഉത്തരം പേഴ്സണലി, നിങ്ങൾക്ക് എന്നോട് തർക്കിക്കാം, തിരുത്താം, പേഴ്സണലി കണ്ടെത്താൻ ശ്രമിക്കുന്നത്. നമ്മൾ ഈ ഒരു മെക്കാനിസത്തെ നിലനിർത്തുക എന്ന് പറയുന്ന വളരെ നോബിളായ, വളരെ ഹൈലി പൊളിറ്റിക്കലായ ഡെമോക്രാറ്റിക് സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം നിർവഹിക്കുകയാണ്. ക്രിമിനൽ ലോയേഴ്സിനെയുള്ള ആളുകൾ പൊതുവെ ഇത്തരത്തിൽ ബ്ലെയിം ചെയ്യാം. കുറ്റവാളികളെ സംരക്ഷിക്കുന്നു. നമ്മൾ യഥാർത്ഥത്തിൽ ഒരു കുറ്റവാളി ശിക്ഷിക്കപ്പെടുക എന്നുള്ളതിനേക്കാളും ഒരാളെ ശിക്ഷിക്കുന്നത് നമ്മുടെ നിയമത്തിന്റെ തന്നെ അടിസ്ഥാനവുമാണ്. ഒരാളെ ശിക്ഷിക്കുന്നത് തെളിവുണ്ടായിട്ടാണോ
എന്ന് പരിശോധിക്കുന്ന ഉറപ്പുവരുത്തുന്ന ദൗത്യമാണ് ശരിക്കും ഒരു ഡിഫൻസ് ലോയർ നിർവഹിക്കുന്നത്. അതിനേക്കാൾ നോബിളായ ഒരു പ്രൊഫഷൻ വേറെയുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. അതിന്റെ കാരണം ഈ സിസ്റ്റം ഇല്ലാന്ന്, സപ്പോസ് ഈ സിസ്റ്റം ഇല്ല എന്ന് വിചാരിക്കൂ. ഈ സിസ്റ്റം ഇങ്ങനെ നിലനിൽക്കുന്നില്ലെങ്കിൽ ഒരാളെ ഏത് രീതിയിലും സ്റ്റേറ്റ് സംവിധാനത്തിന് ശിക്ഷിക്കാൻ കഴിയുന്ന, തെളിവുകൾ പരിശോധിക്കാതെ ശിക്ഷിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം ഉണ്ടായാൽ അതിന്റെ അപകടം എത്ര വലുതാണ്. ആ നിലക്ക് മോറലി, നമ്മുടെ മോറൽ വാല്യൂസിനോട് പല സമയത്തും ഒരു ഡിലേമ, ഒരു കോൺഫ്ലിക്റ്റ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും പേഴ്സണലി ഉണ്ടാവുമെങ്കിലും എത്തിക്കലി, ലാർജർ പെർസ്പെക്റ്റീവിൽ, ഡീപ്പർ പെർസ്പെക്റ്റീവിൽ എത്തിക്കലി നമ്മൾ ചെയ്യുന്നത് ശരിക്കും ഒരു നോബിൾ പ്രൊഫഷൻ ആണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതാണ് എൻ്റെ ആ ഒരു കാര്യത്തിലുള്ള ടേക്ക്. യു ക്യാൻ നിങ്ങളുടെ റെസ്പോൺസിന്റെ സമയത്ത് ഐ ടേക്ക് യുവർ കമന്റ്സ് ആൻഡ് റെസ്പോൺസസ് ആസ് വെൽ. ഓക്കെ, മറ്റൊരു കാര്യം എനിക്ക് ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം ഞാൻ എന്നോട് തന്നെ പറയുന്ന കാര്യങ്ങളാണ്. സ്റ്റുഡൻസ് എന്ന നിലക്കും പുതിയ ലോയേഴ്സ് എന്നുള്ള നിലക്കും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യമായി എനിക്ക് തോന്നുന്നത് വായനയാണ്. ഇത് എല്ലായിടത്തും പറയുന്ന പോലെ ഞാൻ പറയല്ല. പ്രത്യേകിച്ച് നമ്മൾ ലോ കോളേജുകളിലാണെങ്കിൽ ഇവൻ അതർവൈസും എല്ലാ ഏരിയാസും നന്നായി വായിക്കുക എന്നുള്ളത്, അതിൽ ഡീപ്പർ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഉണ്ടാവുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ഭാവി എത്ര കാലം കഴിഞ്ഞാലും അതിന്റെ ഡെപ്ത്, നമ്മൾ നിയമപുസ്തകങ്ങൾ വായിക്കുമ്പോൾ അത് ബോറിംഗ് ആവാം. ചിലപ്പോൾ നമുക്ക് ഒരു പ്രാക്ടിക്കലി പർപ്പസ് ഇല്ലാത്ത പുസ്തകം വായിക്കുന്നതിന്റെ ബോറിംഗ് തോന്നാം. പക്ഷെ അതിൽ വായനയിൽ ഒരു തൃപ്തി കണ്ടെത്തുന്നത് വരെ, പ്രത്യേകിച്ചും ലീഗൽ ഫീൽഡിലുള്ള പുസ്തകങ്ങളിൽ ഒരു തൃപ്തി കണ്ടെത്തുന്നത് വരെയും നമ്മൾ ഒരു നിലക്കും നല്ലൊരു ലോയർ ആവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഫീൽഡിൽ സക്സസ് ആയിട്ടുള്ള ആളുകൾ, ഈ ഫീൽഡിൽ സമൂഹത്തിന് വലിയ സേവനങ്ങൾ ചെയ്തിട്ടുള്ള ആളുകൾ, ഇന്ത്യയിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫാലിയസ് നരിമാന്റെ പുസ്തകങ്ങള്, MC ചെക്ലയുടെ റോസസ് ഇൻ ഡിസംബർ പോലുള്ള പുസ്തകങ്ങള്, ഇങ്ങനെ ദ ഫിയർലെസ് ജഡ്ജ് എന്ന് പറയുന്ന ജസ്റ്റിസ് അഹമ്മദിയുടെ ആത്മകഥ, ഇങ്ങനെ ഞാൻ ഉദാഹരണങ്ങൾ മാത്രം പറയണം. നോട്ട് ടേക്കിങ്, അതിന്റെ പേരിൽ ഞാൻ ഒരുപാട് സമയം എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇത്തരം പുസ്തകങ്ങളുടെ വായന ലോയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, ലീഗൽ പ്രൊഫഷണൽ ഇൻട്രസ്റ്റ് ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ നമ്മുടെ ഒരു പെർസ്പെക്റ്റീവ് മാറാൻ സഹായിക്കും. നമ്മൾ കോഴിക്കോടോ എറണാകുളത്തോ ഇരുന്ന് ചിന്തിക്കുന്നത് പോലെയല്ല ലോകത്ത് ലീഗൽ പ്രൊഫഷണൽ നടക്കുന്നത്. സാർ സൂചിപ്പിച്ചതുപോലെ വളരെ വൈഡർ ആണ് എന്ന് മനസ്സിലാവണമെങ്കിൽ, നമ്മുടെ കണ്ണ് തുറക്കണമെങ്കിൽ, ഞാൻ ഈ പുസ്തകങ്ങൾ മുഴുവൻ വായിച്ചു എന്നുള്ള ഐ ഹാവ് ദിസ് ഫീലിംഗ്. ഞാനിത് പറയുമ്പോൾ തന്നെ ഐ ഹാവ് ദിസ് ഫീലിംഗ്. ഐ എം നോട്ട് സെയിങ് ദാറ്റ് നിങ്ങൾ അത് ചെയ്യണം, നമ്മളത് ചെയ്യേണ്ടതാണെന്നാണ് ഞാൻ പറയുന്നത്. അത് എനിക്ക് ശരിക്കും തോന്നുന്നു അങ്ങനെയുള്ള ഒരു ഫ്രഷ്നെസ് പുസ്തകമുണ്ട്. ഇങ്ങനെ ഈ പുസ്തകങ്ങളുടെ ഒരു കളക്ഷൻ നമ്മുടെ അടുത്ത് ഉണ്ടാവുക എന്നുള്ളത് പോലും ആസ് എ ലോയർ ഇറ്റ് വിൽ ബി എ കോൺഫിഡൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതോടൊപ്പം ഞാൻ പറയാൻ ആഗ്രഹിച്ച ഒരു കാര്യം, ഞാൻ ഹൈക്കോർട്ടിൽ ഞങ്ങൾക്ക് ലോ കോളേജ്, സാറിന് അറിയാം, ഞങ്ങൾ ലോ കോളേജിൽ ഇന്റേൺഷിപ്പ് ഉള്ള വിദ്യാർത്ഥികളായിരുന്നില്ല. ഇപ്പോൾ കമ്പൽസറി ഇന്റേൺഷിപ്പ് ഉണ്ട്. 3 ഇയർ കോഴ്സ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇന്റേൺഷിപ്പ് ഇല്ല. സോ ഫൈനൽ ഇയറിൽ ഞങ്ങൾ എങ്ങനെയോ സംഭവം ഒരു ഇന്റേൺഷിപ്പ് വേണമെന്ന് വെച്ചാൽ 15 days ജസ്റ്റിസ് ജയശങ്കർ നമ്പ്യാറുടെ, ഇപ്പോഴത്തെ നമ്മുടെ ഹൈക്കോർട്ടിലുള്ള ജയശങ്കർ സാറിന്റെ ചേംബറിൽ ഒരു ഇന്റേൺഷിപ്പ് ചെയ്തു. എൻ്റെ ഒരു ലൈഫിൽ ആകെയുള്ള ഇന്റേൺഷിപ്പ് അതാണ്. പിന്നെ ഓഫ്കോഴ്സ് ഞാൻ ഇപ്പോഴും അസോസിയേറ്റ് ചെയ്യുന്ന അഡ്വക്കേറ്റ് കെ രാജേന്ദ്രന്റെ ഓഫീസിൽ ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ട്. ഓഫ്കോഴ്സ് ജയശങ്കർ സാർ ഞങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു ഉപദേശം, ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് അക്ഷയും കൂടെയാണ് ചെയ്തിരുന്നത്, ഞങ്ങൾക്ക് കണ്ടിന്യൂസ്ലി തന്നൊരു ഉപദേശം, നിങ്ങളുടെ കരിയറിന്റെ തുടക്കത്തിൽ യു ടേക്ക് ഓൾ ദ ബ്രീഫ്സ്. നിങ്ങൾക്ക് വരുന്ന ആളുകൾ, ഓഫ് കോഴ്സ് വി ഷുഡ് ബി വെരി കെയർഫുൾ. ആ പ്രശ്നങ്ങളുണ്ട്, ആളുകൾക്ക് കൊടുക്കാൻ റെമഡിയോ റിലീഫോ കൊടുക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ആളുകൾക്ക് ഓഫർ ചെയ്യരുത്. അതോടൊപ്പം ഞാൻ ഇന്നതേ ചെയ്യൂ അങ്ങനെയുണ്ടല്ലോ, എൻ്റെ ഇഷ്ടപ്പെട്ട ഏരിയ ഏതാണ് എന്ന് തീരുമാനിക്കേണ്ടുന്ന പ്രായമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഇത് നമ്മുടെ ഫോക്കസ് ഏതാവണം എന്ന് തീരുമാനിക്കേണ്ടുന്ന സന്ദർഭം ബൈ പ്രാക്ടീസ് ആണ്. ദിസ് ഇസ് മൈ ടേക്ക്. യു ക്യാൻ റെസ്പോണ്ട്. നമ്മൾ ഒരു ക്രിമിനൽ ലോയർ ആവണോ, നമ്മളൊരു സിവിൽ ലോയർ ആവണോ? ഞാൻ നോർമൽ പ്രാക്ടീസിനെ കുറിച്ചാണ് പറയുന്നത്, അല്ലാത്ത പ്രൊഫഷൻസ് ചൂസ് ചെയ്യുന്നതിനെ കുറിച്ചല്ല. അല്ലെങ്കിൽ ഒരു ഫാമിലി ഫോക്കസ്ഡ് ആണോ, ആർബിട്രേഷൻ ലോയർ ആവണോ, കോർപ്പറേറ്റ് ലോയർ ആവണോ എന്നൊക്കെ ഡിസൈഡ് ചെയ്യേണ്ടത് ബൈ പ്രാക്ടീസും കൂടിയാണ്. നമുക്ക് ഇഷ്ടപ്പെട്ടത് ചിലപ്പോൾ നമ്മുടെ ഒരു സ്കില്ല്, ഇഷ്ടപ്പെട്ടത് ചെയ്യാനുള്ള ഒരു സ്കില്ല് ചിലപ്പോൾ നമുക്ക് ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഇത് ചെയ്തു വരുമ്പോഴാണ് നമ്മുടെ ഒരു ഇൻട്രസ്റ്റഡ് ഏരിയ നമുക്ക് മനസ്സിലാവും. ആ നിലക്കും നമ്മൾ തുടക്കത്തിൽ എല്ലാം ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ഇത്
എല്ലാം ഒന്ന് രുചിച്ചു നോക്കുക. ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. എല്ലാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് രുചിച്ചു നോക്കാൻ നമുക്ക് പറ്റുന്ന സ്റ്റേജും ഏർലിയർ സ്റ്റേജാണ്. ആ നിലക്കുണ്ട്. ജയശങ്കർ സാർ ഞങ്ങളോട് ഉപദേശിച്ച ഒരു കാര്യം, നിങ്ങൾ എല്ലാ ഓഫീസുകളിലും നിങ്ങൾക്കൊരു ടാക്സേഷൻ മാറ്റർ വന്നാൽ യു ഗോ ടു ദി ഇൻകം ടാക്സ് ഓഫീസ്. നിങ്ങൾക്ക് ഒരു പോലീസ് സ്റ്റേഷൻ ഡിസ്പ്യൂട്ട് വന്നാൽ യു ഗോ ടു ദി പോലീസ് സ്റ്റേഷൻ. അല്ല, ഇനി ഒരു വില്ലേജ് ഓഫീസിൽ തർക്കം വന്നാൽ യു ഗോ ദർ. സാധാരണ ലോയേഴ്സ് അങ്ങനെ പോകരുത് എന്നാണ് ഇപ്പൊ എന്റെ സീനിയർ ഒക്കെ എന്നെ ഉപദേശിച്ചിട്ടുള്ളത്. പോലീസ് സ്റ്റേഷൻ നിങ്ങളുടെ ഒരു ഏരിയ അല്ല, അവിടെ പോയി ബഹളം ഉണ്ടാക്കരുതെന്ന്. അത് ശരിയാണ്. പക്ഷെ ജയശങ്കർ സാർ പറയുന്ന വേറൊരു ആസ്പെക്റ്റിലാണ്, അതായത് തുടക്കത്തിൽ ഇനീഷ്യൽ സ്റ്റേജിൽ എല്ലായിടത്തും എന്താണ് സംഭവിക്കുന്നത്, നമ്മളൊരു പോലീസ് സ്റ്റേഷനിൽ ചെല്ലാതെ ഈ പോലീസ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് FIR വായിച്ചിട്ടോ ചാർജ് ഷീറ്റ് വായിച്ചിട്ടോ വി വിൽ നോട്ട് അണ്ടർസ്റ്റാൻഡ് അൺലെസ് നമ്മൾ പോലീസുമായിട്ടുള്ള നമുക്കൊരു എൻഗേജ്മെന്റ് വേണം. ഒരു ഇൻകം ടാക്സ് ഓഫീസ് എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്, ഒരു വില്ലേജ് ഓഫീസ് എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്, ഒരു കളക്ടറേറ്റ് എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്, കളക്ടറുടെ പ്രോസസ് എങ്ങനെ, ഇങ്ങനെയല്ല. ജസ്റ്റ് ടെല്ലിങ് യു എക്സാമ്പിൾസ്. ഇത് നമുക്ക് എല്ലായിടത്തും ഇനീഷ്യൽ സ്റ്റേജിൽ എല്ലായിടത്തും പോവാനും അത് കേൾക്കാനും മനസ്സിലാക്കാനും ഒക്കെ ഉള്ള ഒരു ഇൻട്രസ്റ്റ് കാണിക്കുക. ബി ഓപ്പൺ. ആ സമയത്ത് നമ്മൾ ഈ സ്റ്റേജിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഓപ്പൺനെസ് ഇത്തരം കാര്യങ്ങളോട് കാണിക്കുകയും എല്ലാ ബ്രീഫ്സിനോടും വിൽ നോട്ട് ആളുകൾ, ഞാൻ ആവർത്തിച്ച് പറയുന്നു, ആളുകളെ പറ്റിക്കുന്ന അല്ലെങ്കിൽ കഴിയാത്ത കാര്യങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളതല്ല, ബട്ട് ഷോ ഇൻട്രസ്റ്റ്. എല്ലാത്തിലും തുടക്കത്തിൽ ഇൻട്രസ്റ്റ് കാണിക്കുക. ഞാനൊരു ക്രിമിനൽ ലോയർ ആവണം എന്ന് പ്രാക്ടീസ് ചെയ്യണതിന്റെ പിറ്റേ ദിവസം തീരുമാനിക്കുക എന്നുള്ള ഇറ്റ്സ് നോട്ട് എ ഗുഡ് ഐഡിയ അറ്റ് ഓൾ. നമുക്ക് അങ്ങനെ ഒരു ക്രിമിനൽ ലോയർ ആവാൻ കഴിയില്ല. നമുക്ക് എന്ത് തരം ബ്രീഫാണ് വരിക എന്ന് നമുക്ക് ഇനീഷ്യലി ഡിസൈഡ് ചെയ്യാൻ കഴിയില്ല. പേഴ്സണലി എന്നോട് ഏതാണ് ഏരിയ എന്ന് ചോദിച്ചാൽ ഞാൻ ഇതുവരെ ചൂസ് ചെയ്തിട്ടില്ല. എന്റെ ഒരു പേഴ്സണൽ ഏരിയ എന്താവണം എന്ന് ചൂസ് ചെയ്തില്ല. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചൂസ് ചെയ്യേണ്ടെന്ന് വിചാരിക്കുക. എന്റെ ഫേം വളരെ ചെറുതാണെങ്കിൽ പോലും എല്ലാം കൈകാര്യം ചെയ്യുന്ന ഒരു വലിയ ഫേം ആവണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം. സോ വി ആർ ടേക്കിംഗ് ഓൾ കേസസ്. ഇപ്പോഴത്തെ ഇനിഷ്യൽ സ്റ്റേജിൽ വളരെ കുറച്ച് മാറ്റേഴ്സ് ആണെങ്കിൽ പോലും വി ആർ ടേസ്റ്റിംഗ് എവരിത്തിങ്. അതർവൈസ് എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ നമുക്ക് ബോറടിക്കും. ഫോക്കസ് ഇല്ലാതിരുന്നാൽ നമുക്ക് വർക്ക് ചെയ്യാൻ കഴിയില്ല. ദാറ്റ് ഈസ് ഓൾസോ എ പാർട്ട്. അതേസമയം ഒരു ഏരിയ മാത്രം ഇങ്ങനെ എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഒരു ബോറിംഗ് പാർട്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇൻ ഈവൻ അതർവൈസ് ലോകം മാറി. നിങ്ങൾക്ക് പണ്ട് ഒരു സിവിൽ ലോയർ ആയിരുന്നു നിങ്ങളുടെ അടുത്ത ആളുകൾ വരുന്ന പോലെയല്ല. ഇഫ് യു ഹാവ് എ കോർപ്പറേറ്റ് ക്ലയന്റ്, അവർക്ക് എല്ലാത്തരം തർക്കങ്ങളും ഉണ്ടാവും. അവർക്ക് ആർബിട്രേഷൻ മാറ്റേഴ്സ് ഉണ്ടാവും, അവരുടെ ഇന്റർപേഴ്സണൽ HR ഇഷ്യൂസ് ഉണ്ടാവും, അവർക്ക് ക്രിമിനൽ ഇഷ്യൂസ് വരാം, അവർക്ക് സിവിൽ ഡിസ്പ്യൂട്ട്സ് വരാം. നിങ്ങളുടെ ക്ലയൻസിന് തന്നെ ക്ലയന്റൈലിന്റെ സ്വഭാവം തന്നെ മാറി, ലോകം മാറി. നമ്മൾ പണ്ട് സിവിൽ തർക്കങ്ങൾ നാട്ടുപുറത്തുണ്ടായിരുന്ന പോലെ ഭൂമി തർക്കങ്ങൾ ഇനി എത്ര കാലം ഉണ്ടാവും? അതിലൊക്കെ ഒരു ക്ലാരിറ്റി ഉണ്ടാവും. പഴയ ഭൂമി തർക്കങ്ങൾക്ക് ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം എങ്ങനെയാണ് ആളുകൾക്ക് ഈ ഭൂമി കിട്ടിക്കൊണ്ടിരുന്നത്, അല്ലെങ്കിൽ അയൽപക്ക തർക്കങ്ങൾക്ക് കാരണങ്ങളുണ്ട്. ഇതൊക്കെ ഡിജിറ്റലൈസ് ചെയ്യപ്പെടുന്നതോടുകൂടി, ഇതെല്ലാം ഡോക്യുമെന്റേഷൻ പ്രോപ്പർ ആവുന്നതോടുകൂടി ആ പഴയ സിവിൽ പ്രാക്ടീസ് അവസാനിക്കും. ന്യൂ ജനറേഷൻ സിവിൽ ലോസ് വരികയാണ്. ആർബിട്രേഷൻ പോലെ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറയുന്ന പോലെ കോർപ്പറേറ്റ് രംഗത്തുള്ള ധാരാളം സാധ്യതകൾ പോലെ, കൊമേഴ്ഷ്യൽ കോർട്ടുകൾ വരുമ്പോഴുള്ള സാധ്യതകൾ പോലെ, ഇങ്ങനെ പുതിയ ഏരിയാസ് വരികയാണ്. ഇനീഷ്യലി ഇതെല്ലാം ടേസ്റ്റ് ചെയ്യാനുള്ള ഒരു അപ്പറ്റൈറ്റ് ഉണ്ടാവുക എന്നുള്ളത് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊരു കാര്യം, എന്റെ സീനിയർ അഡ്വക്കേറ്റ് K. രാജേന്ദ്രൻ, അദ്ദേഹം മരണപ്പെട്ടു പോയി. മലബാറിലെ തന്നെ അറിയപ്പെടുന്ന ഒരു ക്രിമിനൽ ലോയർ ആയിരുന്നു. അദ്ദേഹം എപ്പോഴും ഞങ്ങളെ ഉപദേശിച്ചിരുന്ന, പേഴ്സണലി എപ്പോഴും പറഞ്ഞിരുന്ന ഒരു കാര്യം, എനിക്ക് വർക്ക് വേണം. ഡു നോട്ട് ഫോക്കസ് ഓൺ മണി. നമുക്ക് ഓഫ്കോഴ്സ് നമുക്ക് സർവൈവ് ചെയ്യാന്നുള്ളത് ഇനീഷ്യലി ഭയങ്കര ബുദ്ധിമുട്ടുള്ള, ഇതിങ്ങനെ ഒരു ചാമിങ് കരിഷ്മാറ്റിക് പ്രൊഫഷൻ ആണെന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ആളുകൾ ഭയങ്കരമായി ഡ്രോപ്പ് ഔട്ട് ഉണ്ടാവുന്ന ഒരു മേഖലയാണ്. കൺസിസ്റ്റന്റ്ലി നിൽക്കാൻ ദാറ്റ് ഷുഡ് ബി അഡ്രസ്ഡ്. അത് വേറെ തന്നെ രീതിയിൽ അഡ്രസ് ചെയ്യപ്പെടേണ്ടതാണെന്നുള്ള ഐഡിയ ഞാനും എൻഡോസ് ചെയ്യുന്നുണ്ട്. അതേസമയം അദ്ദേഹം എപ്പോഴും പറയും, അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് അങ്ങനെ ഗോഡ് ഫാദേഴ്സ് ഒന്നും ഇല്ലാതെ ഈ പ്രൊഫഷനിൽ ത്രൈവ് ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനാണ്. വളരെ ബ്യൂട്ടിഫുള്ളി ലെജൻഡ് എന്ന് ഞാൻ പറയുന്ന അദ്ദേഹം എപ്പോഴും പറഞ്ഞിരുന്നത് ഫോക്കസ് ഓൺ വർക്ക്. എനിക്ക് വർക്ക് മതിയായിരുന്നു, എനിക്ക് ചെറുപ്പത്തിൽ വർക്ക് മതിയായിരുന്നു എന്നാണ് അദ്ദേഹം പറയാ. ഫോക്കസ് ഓൺ വർക്ക്, നോട്ട് ഓൺ മണി. ദാറ്റ് ഡസന്റ് മീൻ നിങ്ങൾ പൈസ വാങ്ങിക്കരുതെന്ന്. വി ഷുഡ് മെയിൻറ്റെയിൻ എ ക്വാളിറ്റി. ഐ വുഡ് സജസ്റ്റ്, ദിസ് ഇസ് ഓൾസോ ഫോർ എ ഡിസ്കഷൻ, പൈസ ഉള്ള ആളുകളോട് സ്റ്റാൻഡേർഡ് ആയിട്ട് ഫീസ് വാങ്ങാനും ഇല്ലാത്ത ആളുകൾക്ക് പ്രൊബോണോ ആയിട്ട് ചെയ്തു കൊടുക്കാനും കഴിയുന്ന ഒരു എത്തിക്കൽ സിസ്റ്റം ഉണ്ടാവുക എന്നുള്ളത് പേയ്മെന്റിന്റെ കാര്യത്തിൽ വളരെ പ്രധാനമാണ്. അതോടൊപ്പം തന്നെ ഡു നോട്ട് ഓഫർ. എന്റെ സീനിയർ ആയിട്ടുള്ള മൊയ്തീൻ സാർ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. PC മൊയ്തീൻ ബാർ കൗൺസിൽ മെമ്പർ ആയിട്ടുള്ള അദ്ദേഹം എപ്പോഴും പറയും, ആളുകൾക്ക് നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിയാത്ത, ഗുണമില്ലാത്ത ഒരു റിലീഫ് ഓഫർ ചെയ്യരുത്. ആളുകൾ പലതും പറഞ്ഞ് വളരെ അജിറ്റേറ്റഡ് ആയി നമ്മുടെ അടുത്ത് വരും, അല്ലെങ്കിൽ ഇമോഷണലി നമ്മുടെ അടുത്ത് വരും. നമ്മൾ അനീസർ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇപ്പൊ ഫാമിലി കേസുകളുണ്ട്. അത് മാത്രമല്ല, ഈവൻ അതർവൈസ്
അപ്പോൾ ആളുകൾ വളരെ ഇമോഷണലായി വരും. ആ ഇമോഷനെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗപ്പെടാം, ശരിയാക്കി കൊടുക്കാം എന്ന് പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പ്രശ്നം വരും, ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നമുക്ക് അവരോട് കളവ് പറയാം. ആളുകൾക്കൊരു റിലീഫ് കൊടുക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ആളുകൾക്ക് ഓഫർ ചെയ്യാതിരിക്കുക. അവർക്ക് പേഴ്സണലി ഗുണകരമല്ലാത്ത, അവർക്കൊരു റിലീഫ് കിട്ടാത്ത കാര്യങ്ങൾ ഓഫർ ചെയ്യാതിരിക്കും. പിന്നെ ഓഫ് കോഴ്സ് ഫാമിലി മാറ്റേഴ്സ് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുക, കോടതികൾ എപ്പോഴും കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും കുട്ടികൾ എപ്പോഴും ഒരു കാഷ്വാലിറ്റിയാണ് ഫാമിലി ഡിസ്പ്യൂട്ടിന്റെ. എല്ലാ ബന്ധങ്ങളും ശരിയാക്കി എടുക്കണമെന്ന് പേഴ്സണലി ഒപ്പീനിയൻ ഉള്ള ഒരാളല്ല ഞാൻ. ടെലിംഗ് ആൻ എക്സാമ്പിൾ. പക്ഷെ ഒന്നുകിൽ മാന്യമായി തീരുകയോ മാന്യമായി പരിഹരിക്കപ്പെടുകയോ ചെയ്യേണ്ടതുണ്ട്. അതിൽ നമ്മളുടെ റോള് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡു നോട്ട് ഇൻസ്റ്റിഗേറ്റ്, ആളുകളെ ഇമോഷനെ ഇൻസ്റ്റിഗേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ കുട്ടികളെ ഉപദ്രവിക്കാനുള്ള, കുട്ടികൾ എപ്പോഴും ഒരു കാഷ്വാലിറ്റിയാണ് ഈ ഫാമിലി ഡിസ്പ്യൂട്ടിൽ. കോടതികൾ ഒരു കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം കോടതികൾ ഒരു നരകമാണ്. നമ്മൾ സൊസൈറ്റിയിൽ കുടുംബങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ പറയുമെങ്കിൽ അതിനേക്കാൾ വലിയൊരു ഹെല്ലാണ് ശരിക്കും കുട്ടികൾക്കും കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം, കുട്ടികൾ പ്രത്യേകിച്ചും ഒരു നരകമാണ്. അപ്പൊ അൺനെസസറിലി ഫാമിലി ഡിസ്പ്യൂട്ട്സ് കോടതികളിലേക്ക് ഡ്രാഗ് ചെയ്യുന്ന ഒരു രീതി, ഇത് ഞാൻ ഫാമിലി ഡിസ്പ്യൂട്ട് ഒരു ഉദാഹരണം പറഞ്ഞാണ്. ഈ തരത്തിലുള്ള ഒരു പ്രാക്ടീസ് നമുക്ക് ഇല്ലാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാവും എന്ന് എനിക്ക് തോന്നുന്നു. അതോടൊപ്പം തന്നെ ഞാൻ എൻ്റെ അടുത്ത് വരുന്ന എല്ലാ കൂട്ടുകാരോട് എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഡെഡിക്കേഷൻ. നമ്മൾ തമാശക്ക് ഈ ഡെഡിക്കേഷൻ പെർസിവറൻസ് എന്നൊക്കെ പറയുമല്ലോ, ഇത് പക്ഷെ കമ്മിറ്റ്മെന്റും ഡെഡിക്കേഷനും ഇല്ലാതെ നമുക്ക് ത്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഫഷനേ അല്ല ലീഗൽ പ്രൊഫഷൻ എന്നാണ് എൻ്റെ ഒരു വളരെ മിനിമൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് ഞാൻ പറയാം. കാരണം ഉറക്കം ഫോക്കസ് ചെയ്യാൻ പറ്റിയ, ഓഫ് കോഴ്സ് നമുക്കൊരു സിസ്റ്റവും ഡിസിപ്ലിനും വേണം. അതുണ്ടെങ്കിൽ തന്നെയും ഉറക്കം ഫോക്കസ് ചെയ്യാൻ കഴിയാത്ത, നമ്മൾ മരിച്ചാലല്ലാതെ ലീവ് എടുക്കാൻ, ഞാൻ എപ്പോഴും ആളുകളോട് പറയും, നമ്മൾ മരിച്ചാലല്ലാതെ ചിലപ്പോൾ ലീവ് എടുക്കാൻ കഴിയാത്ത, നമ്മുടെ പേഴ്സണൽ പ്രയോറിറ്റീസിന് ഫോക്കസ് ചെയ്യാൻ കഴിയാത്ത ഒരു പ്രൊഫഷനാണത്. വർക്ക് ലൈഫ് ബാലൻസ് വേണം, ഹാർമണി വേണം എന്ന കാര്യത്തിലൊന്നും എനിക്ക് തർക്കമില്ല. പക്ഷെ ബാക്കി മനുഷ്യരുടെ ജീവിതം വെച്ചിട്ടുള്ള, പിന്നീട് ഒരുപക്ഷെ തിരുത്താൻ കഴിയാത്ത, നമുക്ക് ആളുകളെ കളവൊക്കെ പറഞ്ഞ് പറ്റിക്കാം, പക്ഷെ യു കനോട്ട് സർവൈവ്. അങ്ങനെ കക്ഷികളോട്, ഞാൻ പറയുന്നതിന് ചെറിയ ചെറിയ കക്ഷികളെ പ്രയാസപ്പെടുത്താതിരിക്കാൻ പറയുന്ന കളവുകളെ കുറിച്ചോ അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റുകളെ കുറിച്ചോ അല്ല, അവരുടെ കേസുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ മറച്ചു വെക്കുക, സത്യസന്ധമായ ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നതിന്റെ ഒരു പ്രധാന കാരണം നമ്മളുടെ പേഴ്സണൽ പ്രയോറിറ്റീസ് വരുമ്പോഴാണ് പലപ്പോഴും. അല്ലാത്ത റീസൺസും ഉണ്ടാവും. സോ അങ്ങനെ പേഴ്സണലി പ്രയോറിറ്റൈസ് ചെയ്യാൻ പലപ്പോഴും കഴിയാത്ത, ഞാൻ എപ്പോഴും അതാണ് എൻ്റെ ഒരു അതിലുള്ള പൊസിഷൻ. നമ്മൾ മരിച്ചാലല്ലാതെ നമ്മൾ തീരുമാനിക്കുന്ന സമയത്ത് ചിലപ്പോൾ ലീവ് എടുക്കാൻ കഴിയാത്ത ഒരു പ്രൊഫഷനാണ് ഈവൻ അറ്റ്ലീസ്റ്റ് ഇനീഷ്യലി ഈ ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത്. അതിന്റെ കാരണം നമ്മുടെ ഈ ആളുകളോടുള്ള, ഇതിനോടുള്ള കരിയറിനോടുള്ള ഒരു പാഷൻ കൊണ്ട് അങ്ങനെ ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്, മറിച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യുക, ആളുകളോടുള്ള കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് കൃത്യമായി പൂർത്തീകരിക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്യാൻ കഴിയാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം, അങ്ങനെ എല്ലാ മനുഷ്യർക്കും അങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ കഴിയാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം മടുപ്പുണ്ടാവും. ഇത് ഹൈലി സ്ട്രെസ്ഫുൾ ആയി, ഈവൻ അതർവൈസ് ദിസ് ഇസ് എ സ്ട്രെസ്ഫുൾ ജോബ് വിത്ത് എ ജോയ്. ആ സ്ട്രെസ്സിനൊരു, ആ പെയിനും സ്ട്രെസ്സിനും പല രീതിയിലുള്ള ഒരു സന്തോഷം ഇൻ റിട്ടേൺ കിട്ടുന്ന, ഇൻ ടേംസ് ഓഫ് പേയ്മെന്റ്, ഇൻ ടേംസ് ഓഫ് റിസൾട്ട്സ് കിട്ടുന്ന ഒരു ഏരിയ ആണിത്. പിന്നെ ഈ റിസൾട്ട്സിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മളെപ്പോഴും കേസ് ജയിക്കുക തോൽക്കുക, വി ഡു അവർ ബെസ്റ്റ്. ജയിക്കാൻ ഓഫ് കോഴ്സ് നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഫാലിയസ് നരിമാൻ അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഇപ്പം കേസ് തോറ്റയിൽ വിഷമമുണ്ടോ, ഏതൊരു കേസ് തോറ്റയിൽ വിഷമമുണ്ടോ എന്ന് വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടത്തിലാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്, ഐ ഡു നോട്ട് ഹാവ് എനി പ്രോബ്ലം. കാരണം എന്താ വെച്ചാൽ ഞാൻ എന്റെ ജീവിതത്തിൽ ജയിച്ചിട്ടുള്ള കേസുകളേക്കാൾ എന്റെ ജീവിതത്തിൽ ജയിച്ച കേസുകളേക്കാൾ കൂടുതൽ ഞാൻ കേസുകൾ തോൽക്കുകയാണ് ചെയ്തത്. ഈ ജയവും തോൽവിയും നമ്മളായിട്ട് ഒന്നും ചെയ്യാനില്ലാത്തൊരു കാര്യമാണ്. ചിലപ്പോൾ നമ്മള് ഒരു 80% വിജയിച്ചങ്ങനെ പോകുന്നുണ്ടാവാം. ക്രിമിനൽ ലോയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ദർ ആർ ലിമിറ്റ്സ്. ഈവൻ അതർവൈസ് നമുക്ക് കിട്ടുന്ന ബ്രീഫിനനുസരിച്ച് ലിമിറ്റ്സ് ഉണ്ട്. ലിമിറ്റ്സ് ചിലപ്പോൾ നമ്മൾ കക്ഷികളോട് ഓപ്പൺലി പറയേണ്ടി വരും. പക്ഷെ കേസ് ജയിക്കുക തോൽക്കുക എന്നുള്ളതല്ല നമ്മുടെ ഒരു ക്വാളിറ്റിയുടെ മാനദണ്ഡം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഡിഫറെന്റ്. ഇത് എപ്പോഴും അതുകൊണ്ട് തന്നെ കക്ഷികൾക്ക് ഒരു ഫേക്ക് ഹോപ്സ് കൊടുക്കാത്ത ആ ഒരു സിസ്റ്റം, ഒരു ജെനുവിൻ ആൻഡ് ഓപ്പൺ സിസ്റ്റം ഉണ്ടാവുക. നമുക്ക് എല്ലാവർക്കും അറിയാലോ, ഇപ്പം ഈ കോട്ട് നോക്കിയിട്ട് ഡേറ്റ് ചോദിക്കുന്ന കക്ഷികളുള്ള കാലമാണ്, അല്ലെങ്കിൽ
കൃത്യമായി ഇത് അപ്ഡേറ്റ് ചെയ്യാൻ മനസ്സിലാവുന്ന, ഇനിയിപ്പം ഈവൻ അതർവൈസ് മനസ്സിലാവുന്നില്ലെങ്കിൽ പോലും ആളുകളോട് ഇങ്ങനെ സ്ഥിരമായി കളവ് പറഞ്ഞിട്ടും ആളുകളെ ഒരു ഡാർക്കിൽ നിർത്തിയിട്ടും അവര് നമ്മളെ വിശ്വാസം ഉപയോഗപ്പെടുത്തിയിട്ട് നമുക്ക് കിടന്നുറങ്ങാൻ കഴിയില്ല. നമ്മളത് മനസ്സിലാക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്കത് ഉറങ്ങാൻ കഴിയില്ല. അത് ഇറ്റ് വിൽ എഫക്ട് us. അത് നമ്മൾ എഫക്ട് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവാത്തോണ്ടായിരിക്കും ചിലപ്പം, പക്ഷേ ഇറ്റ് വിൽ എഫക്ട് us. സോ ദാറ്റ് ഇസ് നോട്ട് എ ഗുഡ് ഐഡിയ അറ്റ് ഓൾ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. സോ പേഴ്സണലി ഇൻ മൈ എക്സ്പീരിയൻസ്, അപ്പം യു ടേക്ക് ഓൾ ദ ചാൻസസ് എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞു തുടങ്ങിയത്. ഇപ്പൊ എൻ്റെ ഒരു കരിയറിലെ ഏറ്റവും അന്ന് ഹാപ്പി മൊമെന്റ് അല്ലാത്ത ഇപ്പോൾ ഞാൻ ഓർക്കുമ്പോൾ ഹാപ്പി മൊമെന്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഞാൻ നേരത്തെ ജോലി ചെയ്തിരുന്ന മീഡിയ വൺ എന്ന് പറയുന്ന ചാനൽ ബാൻ ചെയ്യപ്പെട്ട സന്ദർഭത്തിലായിരുന്നു. സോ ഐ വാസ് ലൈക്ക്, അപ്പോ അവരുടെ ബാൻ ചെയ്യുന്നതിന് മുമ്പുള്ള ഷോക്കോസ് നോട്ടീസിന് റിപ്ലൈ ചെയ്തത് ഞാനാണ്, വിത്ത് ദ ഹെൽപ്പ് ഓഫ് മൈ സീനിയർ. ആ സമയം മുതൽ സുപ്രീം കോടതി ഈ ബാൻ നീക്കിയിട്ട് ഇപ്പോൾ മീഡിയ രംഗത്തുള്ള ഒരു ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ്, മാധ്യമം ബ്രോഡ്കാസ്റ്റിംഗ് ലിമിറ്റഡ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ കിട്ടുന്ന, പിന്നീട് ഒരുപാട് കേസുകളിൽ റെഫർ ചെയ്തിട്ടുള്ള, ഇനി എല്ലാ കാലത്തേക്കും ഇന്ത്യയിലെ പത്രസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് റെഫർ ചെയ്യുന്ന ഒരു ജഡ്ജ്മെന്റിന്റെ ഭാഗമാവാൻ കഴിഞ്ഞു, ആ ഒരു പ്രോസസ്സിന്റെ ജേണിയുടെ ഭാഗമാവാൻ കഴിഞ്ഞു എന്നുള്ളത് പേഴ്സണലി എൻ്റെ ഒരു, പക്ഷെ ഐ ഷുഡ് സേ ദറ്റ് I should confess that was a very stressful journey. ഞാൻ അതുകൊണ്ടാണ് ഈ സ്ട്രെസ്സിനെ ഒരു പോസിറ്റീവായി കാണുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ ഏറ്റവും സ്ട്രെസ്ഫുൾ ആയ ഒരു വർക്കിംഗ് ടൈം എപ്പോഴായിരുന്നു എന്ന് ചോദിച്ചാൽ, സംഘർഷഭരിതമായ ലൈഫ് എപ്പോഴായിരുന്നു എന്ന് ചോദിച്ചാൽ ഐ വുഡ് സേ ആ കേസിന്റെ സന്ദർഭത്തിലായിരുന്നു. പക്ഷെ ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ആ സ്ട്രെസ് ആണ് എന്റെ ലൈഫ്, പ്രൊഫഷണൽ ലൈഫിലെ ഏറ്റവും ലാൻഡ്മാർക്ക് ആയിട്ടുള്ള ഒരു ഹാപ്പി മൊമെന്റ് ആയിട്ട് ഞാൻ കാണുന്ന ഒരു കാര്യം. പിന്നെ ഓഫ് കോഴ്സ് സാർ സൂചിപ്പിച്ചതുപോലെ ഈ ബാങ്ക് ഫ്രീസിങ്ങുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള കേസുകളാണ്. അത് എൻ്റെ അടുത്ത് ആദ്യം വരുന്ന ഒരു KSFE-ലെ ലോൺ എടുത്ത ഒരാൾ അൺനെസസറിലി അയാളുടെ ബാങ്ക് അക്കൗണ്ട് ഹാസ് ബീൻ ഫ്രീസ്ഡ്. നിങ്ങൾക്കറിയാലോ അപ്പൊ ആ കേസുകൾ വാട്ട് ഈസ് ദ വേ ഔട്ട് എന്നുള്ളതാണ് നമ്മുടെ ആലോചന. സോ കേസുകൾ പുറത്തുനിന്നാണ് വരുന്നത്, ബാങ്കുകൾ ഒരു ഇൻഫർമേഷനും തരുന്നില്ല. ഔട്ട് ഓഫ് ദ ബോക്സ് ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു സന്ദർഭത്തിൽ ബാങ്ക് ഒരു പബ്ലിക് അതോറിറ്റി ആണോ അല്ലയോ, ബാങ്കിന് പോലീസിന് എപ്പോഴാണ് ഒരു അക്കൗണ്ട് ഫ്രീസ് ചെയ്യാൻ കഴിയുക? CRPC 102 പ്രകാരമാണ് സീസിങ് തന്നെയാണല്ലോ ഫ്രീസിങ്. 102 കംപ്ലൈ ചെയ്യാത്ത ഒരു പ്രോസസ്സ് ഏതെങ്കിലും പുറത്തത്തെ പോലീസ് ചെയ്താൽ ഇവിടുത്തെ ബാങ്കിന് അത് ചെയ്യാൻ പറ്റുമോ? ബാങ്കിന് കസ്റ്റമറോട് റെസ്പോൺസിബിലിറ്റി ഇല്ല. ഈ തോട്ടിൽ നിന്നാണ് ഇതിലൊരു റിപ്പറ്റീഷൻ ആവാം എന്ന് നമ്മൾ ആലോചിക്കുന്നത്. We know how that results. ഇപ്പൊ എങ്ങനെയാണ് ആളുകൾക്ക് റിലീഫ് കിട്ടുന്നത്? ഐ എം നോട്ട്, അതെല്ലാം എന്റെ ഫോക്കസ്. അപ്പൊ ഞാൻ പറയുന്നത് ഇങ്ങനെ ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് കാര്യങ്ങൾ ആലോചിക്കാൻ. ഇപ്പം എന്റെ സാർ എപ്പോഴും, രാജേന്ദ്ര സാർ എപ്പോഴും പറയും, അദ്ദേഹത്തിന്റെ കരിയർ ഇനീഷ്യലി തുടങ്ങിയ സമയത്ത് അദ്ദേഹം ക്രിമിനൽ റൂൾസ് ഓഫ് പ്രാക്ടീസും പിന്നെ സിവിൽ റൂൾസ് ഓഫ് പ്രാക്ടീസും ഒക്കെ പ്രകാരമാണല്ലോ നമ്മൾ പെറ്റീഷൻസ് ഒക്കെ തയ്യാറാക്കേണ്ടത്. സോ അദ്ദേഹം അങ്ങനെ ഒരു പെറ്റീഷൻ സ്വന്തം നിലക്ക് തയ്യാറാക്കി കൊടുത്തു. ബെഞ്ച് എന്ന് പറഞ്ഞത് നമ്പർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അദ്ദേഹം വളരെ ചെറുപ്പമാണ്. നിങ്ങളത് കോർട്ട് ഓഫീസ് എന്ന് പറഞ്ഞാൽ നമ്പർ ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ ബെഞ്ചിൽ കൊടുത്തോളൂ, ഞാൻ പറഞ്ഞോളാം. ജഡ്ജ്, അന്നത്തെ ജില്ലാ ജഡ്ജി അദ്ദേഹത്തോട് ചോദിച്ചു, മഞ്ചേരിയിലെ ജില്ലാ ജഡ്ജി അദ്ദേഹത്തോട് ചോദിച്ചു, വാട്ട് ഈസ് ദിസ്? അദ്ദേഹം പറഞ്ഞു, സർ ഈ റൂൾസ് പ്രകാരം ഇങ്ങനെയാണ് ഇത് സബ്മിറ്റ് ചെയ്യേണ്ടത്, ഞാൻ റൂൾസ് കംപ്ലൈ ചെയ്തിട്ടുണ്ട്, അതല്ല ഇവിടുത്തെ പ്രാക്ടീസ് എന്നാണ് അവർ പറയുന്നത്. വാട്ട് ഷുഡ് ഐ സേ? ഞാൻ എന്താ ചെയ്യേണ്ടത്? വേണമെങ്കിൽ മാറ്റാം. അദ്ദേഹം നോക്കിയോളൂ, ഇത് ശരിയാണല്ലോ, ഇങ്ങനെ മതി. ഇങ്ങനെയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇനീഷ്യൽ സ്റ്റേജിലെ പ്രാക്ടീസിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. സോ പിന്നീട് ഈ ജഡ്ജൊക്കെ റിട്ടയർ ആയി പോയി കുറെ കാലത്തിന് ശേഷം അദ്ദേഹത്തിന് ഒരു പോസ്റ്റൽ കവർ വന്നത്ര, ഞാൻ ഒരു കക്ഷിയെ അങ്ങോട്ട് അയക്കുന്നുണ്ട്, സം മാറ്റർ, ഐ എം നോട്ട് ഷുവർ, ചെറിയ മാറ്റർ ആണെന്ന് തോന്നുന്നു, ഈ ഫുഡ് അഡൽട്ടറിയുമായി ബന്ധപ്പെട്ടോ അങ്ങനെ എന്തോ ഒരു കേസ്, ഒരു പോസ്റ്റൽ കവർ വന്നു ഇങ്ങനെ. എന്നിട്ട് സാർ അന്ന് അദ്ദേഹത്തിന് പണമില്ലാഞ്ഞിട്ടും ട്രെയിനിൽ പോയി, വീടറിയാതെ തിരുവനന്തപുരത്ത് പോയി. അപ്പൊ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് അഡ്രസ് ഒന്നും അറിയില്ല, അപ്പൊ ഒരു ഷർട്ട് മാറ്റാനില്ല. ഈ കത്ത് കിട്ടിയതിന്റെ സന്തോഷത്തിൽ സാർ അങ്ങോട്ട് പോയതാണ്. ഒരു ഖാദി മറ്റേ ഷോപ്സ്, ഖാദി ഷർട്ടുകളൊക്കെ വിൽക്കുന്ന ഷർട്ട് മാറ്റാൻ വേണ്ടി കയറിയപ്പോൾ അവിടെ ഇരിക്കുന്നത് അദ്ദേഹം ആ സംരംഭത്തിന്റെ എന്തോ ഒരു ചെയർമാനോ മറ്റോ ആയിട്ട് ഫംഗ്ഷൻ. ഞാൻ ഐ ജസ്റ്റ് റിമെമ്പേർഡ്, സാറിന്റെ ഒരു മെമ്മറി ഓർത്താണ്. അപ്പം ഈ ഒരു തിരുത്തിയതിന്റെ പേരിലാണ് ഈ ജഡ്ജ് അദ്ദേഹത്തെ ഓർക്കുകയും അദ്ദേഹത്തിന് പിന്നീട് ഒരു കേസ് റെഫർ ചെയ്യുകയും ചെയ്യുന്നത്. സോ തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ്. ആളുകൾക്ക് ഇഷ്ടപ്പെട്ടോളന്നില്ല, നമ്മൾ ഓവർ സ്മാർട്ട് ആവണമെന്ന് ഞാൻ പറയുന്നില്ല. ഓവർ സ്മാർട്ട് ആവുക എന്നുള്ള ഇറ്റ്സ് നോട്ട് എ വേ അറ്റ് ഓൾ. അങ്ങനെ ആളുകളെ നമ്മളിങ്ങനെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം എന്ന് ഷോ കാണിക്കാവുന്ന ഒരു സ്ഥലമല്ല അത്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് പൊസിഷൻ സത്യസന്ധമായി എടുക്കുന്നതാണ് ആസ് എ സ്റ്റുഡൻസ്, ലോ സ്റ്റുഡൻസ് എന്നുള്ള നിലക്കും
ബിഗിനേഴ്സ് എന്നുള്ളവർക്ക് നമുക്ക് എപ്പോഴും നല്ലത്. പക്ഷെ തിങ്ക് ഔട്ട് ഓഫ് ദ വേ. ഇവിടെ പ്രാക്ടീസ് ഇങ്ങനെയാണ്, ഇത് എങ്ങനെയെങ്കിലും നടത്തിയാൽ മതി എന്ന ആലോചനയിൽ നിന്ന് പുറത്തു നിന്ന് ആലോചിക്കാൻ, ഈ അതിനകത്ത് നിൽക്കുമ്പോൾ തന്നെ, അതിന്റെ ചര്യകൾ പാലിക്കുമ്പോൾ തന്നെ തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ് എന്നുള്ളത് നമ്മളെ ലീഗൽ പ്രൊഫഷണലിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിരിക്കും ഞാൻ വിചാരിക്കാം. ഞാൻ അവസാനിപ്പിക്കുന്നു. എന്റെ ഫൈനൽ ആൻഡ് ഫസ്റ്റ് ഫോർമോസ്റ്റ് പോയിന്റ് ഇസ് ദാറ്റ് ഫോക്കസ് ഓൺ ഡ്രാഫ്റ്റിംഗ്. ഇപ്പം പുതിയ ലോയേഴ്സ് വരുമ്പോൾ എപ്പോഴും പറയും കോടതിയിൽ പോകാൻ അവസരമില്ല, അല്ലെങ്കിൽ ആൾക്കാർ വിചാരിക്കുന്നത് ഇങ്ങനെ പൊഡിയസ് യുവർ ഓണർ റെപ്രസെന്റിംഗ് എന്ന് പറയുന്നതാണ് ഒരു ഇമ്പോർട്ടന്റ് ഏരിയ എന്നാണ്. ഇറ്റ് ഈസ് നോട്ട്. എന്റെ സീനിയർ എന്നോട് പ്രാക്ടീസ് തുടങ്ങിയ കാലത്ത് തന്നെ പറഞ്ഞു, യു ഫോക്കസ് ഓൺ ഡ്രാഫ്റ്റിംഗ്. മൊയ്തീൻ സാർ പറഞ്ഞാണ് ഫോക്കസ് ഓൺ ഡ്രാഫ്റ്റിംഗ്. ഇതെങ്ങനെയാണ്? ഡ്രാഫ്റ്റിംഗ് ആണ് മെയിൻലി, സിവിൽ ഡ്രാഫ്റ്റിംഗ് ആണ്. ഒരു ലോയറെ സിവിൽ ഡ്രാഫ്റ്റിംഗ് കഴിയോ ഇല്ലയോ, അതിനുള്ള ശേഷി ഉണ്ടോ ഇല്ലയോ എന്നാണ് ഒരു ലോയറുടെ ക്വാളിറ്റിയെ അളക്കുന്ന, അയാളുടെ ഭാവിയെ നിർണ്ണയിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത്. ഞാനിപ്പോ ഏറ്റവും അടുത്ത് ഒരു ബ്രീഫിങ്ങിന് വേണ്ടിയിട്ട് സീനിയർ അഡ്വക്കേറ്റ് അജിത് ശാസ്തമംഗലം സാറിനെ, തിരുവനന്തപുരത്ത് നിന്നുള്ള ഹൈക്കോർട്ടിലെ സീനിയർ ക്രിമിനൽ ലോയർ ആയിട്ടുള്ള അജിത് സാറിനെ കണ്ടപ്പോൾ അദ്ദേഹം ചോദിച്ചു, ക്രിമിനൽ പ്രാക്ടീസിന്റെ കൂടെ സിവിൽ പ്രാക്ടീസ് ഉണ്ടോ? ഉണ്ട്. അദ്ദേഹം പറഞ്ഞു, ഓക്കെ, സ്റ്റിക്ക് ഓൺ ദാറ്റ്. സിവിൽ വിടരുത്. കാരണം ഇപ്പോഴേ പഠിക്കാൻ പറ്റും. അന്ന് പഠിച്ചത് നിങ്ങൾക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടാവും. ഞാനിപ്പോ അന്ന് പഠിച്ചതാണ് ഇപ്പോഴും ഓർക്കുന്നത്. സോ ബേസിസ് ഓഫ് ലോ എന്ന് പറയുന്നത് സിവിൽ പ്രാക്ടീസ് ആണ്. സിവിൽ പ്രാക്ടീസും മെയിൻലി ഡ്രാഫ്റ്റിംഗ്, അതിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളത് അത് നമുക്ക് പറ്റും. ഈവൻ അതർവൈസ് നമുക്ക് ബ്രീഫ് ഇല്ലെങ്കിലും നമുക്ക് സിവിൽ ഡ്രാഫ്റ്റിംഗ് കിട്ടും. നമ്മളൊരു ഓഫീസിനോട് അസോസിയേറ്റ് ചെയ്താൽ, ഇഫ് വി ഡെഡിക്കേറ്റ്, നമ്മൾ അവിടുത്തെ ഡ്രാഫ്റ്റിംഗിൽ ഫോക്കസ് ചെയ്യുകയോ അല്ലെങ്കിൽ സീനിയറിന് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ അതിൽ ഡെഡിക്കേറ്റ് ചെയ്യുകയോ ചെയ്താൽ ഓഫ് കോഴ്സ് വിൽ ഗെറ്റ് ചാൻസ്. നമുക്ക് ചാൻസ് കിട്ടാത്ത ആളുകൾ ഇങ്ങനെ ചാൻസ് കൊണ്ടുവന്ന് തരണം, അല്ലെങ്കിൽ വിൽ ഫോക്കസിങ് ഓൺ മണി. ദാറ്റ് ഇസ് നോട്ട് എ ബാഡ് തിങ്. ഞാൻ പറയുന്ന ആ ഫോക്കസ് മാറിയാൽ, ലേണിംഗ് എന്നുള്ളതാണ് നമ്മുടെ ഫോക്കസ് എങ്കിൽ, മെയിൻലി ബേസിക് ലേണിംഗ്, കൃത്യമായി അതിന്റെ സോഴ്സുകളിൽ നിന്ന് പഠിക്കുക, വായന എന്നുള്ളതാണ് ലീഗൽ പ്രൊഫഷനിൽ നമ്മുടെ ഫോക്കസ് എങ്കിൽ, ആളുകൾ നമ്മളെ അടുത്ത് വരാൻ സമയമെടുക്കും. വിൽ ടേക്ക് ടൈം. അതിന് ഒരുപാട് ഘടകങ്ങളുണ്ട്. ഒരാൾ സക്സസ്ഫുൾ ആവുന്നതിന്, അയാൾക്ക് ബ്രീഫ് കിട്ടുന്നതിനൊക്കെ ഒരുപാട് ഘടകങ്ങളുണ്ട്. ഐ എം നോട്ട് എക്സ്പ്ലൈനിങ് ദാറ്റ്. നമ്മുടെ സോഷ്യൽ കോൺടാക്റ്റുകൾ പ്രധാനമായിരിക്കും, നമ്മുടെ ഗോഡ് ഫാദേഴ്സ് ഉണ്ടോ, നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് പ്രധാനമായിരിക്കും. ഇറ്റ് വിൽ ടേക്ക് ടൈം. അതൊന്നും പേഷ്യൻസ് കാണിക്കല്ലാതെ, ഐ നോ ദാറ്റ് ഈസ് നോട്ട് സോ ഈസി. അങ്ങനെ സർവൈവ് ചെയ്യാൻ പ്രയാസപ്പെടുന്ന ഒരുപാട് സുഹൃത്തുക്കളുള്ള, നമ്മളൊക്കെ അങ്ങനെ ഒരു രൂപ പോലും, ഒരു 500 രൂപയുടെ നോട്ട് പോലും 2-3 മാസത്തേക്ക് പേയ്മെന്റ് ഇല്ലാതെ സർവൈവ് ചെയ്തിട്ടുള്ള ആളുകളാണ് നമ്മളൊക്കെ. പഠിക്കാൻ തന്നെ അങ്ങനെ പ്രയാസപ്പെട്ടിട്ടുള്ള ആളുകളാണ്. സോ ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് പെയിൻ. പക്ഷെ എന്റെ ഒരു പേഴ്സണൽ ഹംബിൾ ഒപ്പീനിയൻ എന്താ വെച്ചാൽ, ആ സന്ദർഭത്തിൽ ജസ്റ്റ് ഫോക്കസ്. ആ ഫോക്കസ് നമുക്ക് ബ്രീഫ് ഇല്ല, നമുക്ക് വർക്ക് ഇല്ല, നമുക്ക് കേസസ് വരുന്നില്ല, നമ്മളെ ആളുകൾ അറിയുന്നില്ല എന്ന ഫോക്കസ് മാറി, എനിക്ക് ഇത് പഠിച്ചു വെക്കണം, ഒരാൾ വന്നത് പഠിക്കണമല്ലോ, ഈ പ്രൊഫഷനോടുള്ള ഒരു പാഷൻ ക്രിയേറ്റ് ചെയ്യാൻ ദർ ആർ അതർ വേയ്സ്. വായന ഒരു വഴിയാണ്. അറിയുന്ന ആളുകളുടെ കൂടെ നടക്കുക. കോടതി, ഓഫ് കോഴ്സ് കോടതി മുറികളിൽ സ്ഥിരമായി ചെന്നിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ ലിറ്റിഗേഷൻ ഡ്രാഫ്റ്റിംഗ് ഫോക്കസ് ചെയ്യണം ഡസൻ മീൻ ദാറ്റ് കോടതിയിൽ പോകണ്ടെന്നല്ല. വെറുതെ റെപ്രസെന്റേഷൻ ആണ്. വെറുതെ എല്ലാ ദിവസവും കോടതിയിൽ പോയിട്ട് റെപ്രസെന്റ് ചെയ്ത് രാവിലെ 11 മണിക്ക് പോയിട്ട് 11:30 വരുന്നതാണ് പ്രാക്ടീസ് എന്ന് വിചാരിക്കരുതെന്നാണ് എന്റെ ഹംബിൾ ഒപ്പീനിയൻ. ഞാൻ എന്നോട് തന്നെ പറയുന്നതാണ്. കോടതി മുറികളിൽ സ്ഥിരമായിരിക്കുക, കേസുകൾ സ്ഥിരമായി ഫോക്കസ് ചെയ്യുക. ആദ്യഘട്ടങ്ങളിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവിടെ എന്താ നടക്കുന്നത് പോലും നമുക്ക് മനസ്സിലാവില്ല. ഇറ്റ് വിൽ സ്ലോലി നമ്മൾ അതിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഡെയിലി നമ്മൾ കോടതിയിൽ ഇരുന്നാൽ വിൽ ഗെറ്റ് ന്യൂ ഇൻഫർമേഷൻസ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഓൾറെഡി ഞാൻ ഫൈനൽ പോയിന്റ് എന്ന് പറഞ്ഞു. ഏറ്റവും അവസാനത്തെ പോയിന്റ്, റീഡ് ജഡ്ജ്മെന്റ്സ്. ഇന്ന് സുപ്രീം കോടതി എന്ത് പറയുന്നു, ഇന്ന് ഹൈക്കോടതി എന്ത് പറയുന്നു, ബി അപ്ഡേറ്റഡ്. ഇപ്പൊ ആവശ്യമില്ലാന്ന് തോന്നാം, പക്ഷെ ഇന്ന് അറിഞ്ഞു വെക്കുന്ന ഒരു കാര്യം, അന്ന് അങ്ങനെ ഒരു സുപ്രീം കോടതിയുടെ വിധി ഉണ്ടല്ലോ എന്ന് നമുക്ക് മനസ്സിലാവും. നമ്മളിങ്ങനെ കണക്ട് ചെയ്യാൻ തുടങ്ങും. അന്ന് സുപ്രീം കോടതി ഇങ്ങനെയാണല്ലോ പറഞ്ഞത്, ഇന്ന് ഹൈക്കോടതി ഇങ്ങനെ പറയുന്നു, അപ്പൊ ഇത് ശരിയാവുമോ? ഇങ്ങനെയാണ് നമ്മൾ ഇത് ഫോക്കസ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വരിക എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതിങ്ങനെ ഒരു ഓർഡർ ഇല്ലാതെയാണ് ഞാൻ പറയുന്നതെന്ന് എനിക്കറിയാം. ഐ എം സോറി ഫോർ ദാറ്റ്. ഐ ടേക്ക് ക്വസ്റ്റ്യൻസ്, ഐ ടേക്ക് റെസ്പോൺസസ്. ഓക്കെ, താങ്ക് യു. മീൻബായ് നല്ല എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയി ശരിക്കും. കാരണം കോളേജിന് അപ്പുറത്തേക്ക് കോടതിക്കകത്ത് നിന്ന് നടക്കുന്നുള്ളത് ശരിക്കും പ്രാക്ടിക്കൽ നോളജാണ്. വെരി യൂസ്ഫുൾ സെഷൻ. താങ്ക് യു സർ. 9 മണിയായി. നമുക്ക് വി ക്യാൻ
നമ്മൾ 9:30 വരെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓറൽസ് വി ക്യാൻ വൈൻഡ് അപ്പ്. ഓർ നിങ്ങൾക്ക് ഞാൻ 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ടെക്സ്റ്റ് ആയിട്ടോ മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ടോ ചോദിക്കല്ല, യു ക്യാൻ റെസ്പോണ്ട്. തർക്കിക്കാം, തിരുത്താം. എനിവേ, യാ ജന്ന, ഗോ ഓൺ. Hi, sir. Good evening. So I was an NLE student. So anyway, the session was really informative. What I found like inspired us with lots of things. College point ഇത്രയും നേരം ഒരു എനിക്ക് ബ്രേക്ക് ആയിട്ടാണെങ്കിൽ കുറെ നോളജ് കിട്ടി. കുറെ ക്വസ്റ്റ്യൻസ് ക്ലിയർ ചെയ്യാൻ പറ്റി. പ്രീവിയസ്ലി സാർ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് വായിച്ചുകൊണ്ടിരിക്കണം. പക്ഷെ ഏതെങ്കിലും സൈറ്റ്സ് നമുക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു ടൂൾസ് ഞാൻ പറഞ്ഞുതരാൻ പറ്റും. നമുക്ക് കുറെ നെറ്റിലാണെങ്കിലും ഇന്റർനെറ്റ് സോഴ്സസിലൊക്കെ, പക്ഷെ നമുക്ക് ഏതെങ്കിലും കോൺസ്റ്റന്റ് ലാസ്റ്റ് പാർട്ട് മനസ്സിലായില്ല, ഒന്നുകൂടെ പറയാമോ? ഹലോ, യു ആർ ഓഡിബിൾ ബട്ട് നോയ്സ് ഉണ്ട്. ഓക്കെ സോ നമുക്ക് ഇത് നെറ്റിലൊക്കെ കുറെ സോഴ്സസ് ഉണ്ട്. അതിൽ ഡെയിലി അപ്ഡേറ്റ്സ് ചെയ്യാൻ സുപ്രീം കോടതി ജഡ്ജ്മെന്റ്സ് ആണെങ്കിലും കേരള ഹൈക്കോടതി അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റ് ഹൈക്കോടതിന്റെ ആണെങ്കിലും നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മാറിയായിട്ടുള്ള 2-3 സൈറ്റ്സ് പറഞ്ഞു തരാമോ? എനിക്ക് തോന്നുന്നത് ഒന്ന്, നമ്മളത് വായിക്കുക പഠിക്കുക എന്ന് പറയുമ്പോഴും അത് സിസ്റ്റമാറ്റിക്കലി ചെയ്യാൻ കഴിയുന്ന, എനിക്കതൊരു സിസ്റ്റം ഉള്ള ആളല്ല ഞാൻ. സിസ്റ്റമാറ്റിക്കലി ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഗ്രേറ്റ്ഫുൾ. എന്റെ സീനിയറിന് രാജേന്ദ്രൻ സാറിന് എപ്പോഴും ഒരു ഡൈജസ്റ്റ് ഉണ്ടായിരുന്നു. അത് പഴയ സിസ്റ്റം കൂടിയാണ്. ഇപ്പൊ നമുക്കെല്ലാം എന്റെ കയ്യിലൊക്കെ AI ഉണ്ട്, AI ഡാറ്റാബേസ് ഉണ്ട്, സുപ്രീം ടുഡേയുടെ AI ഡാറ്റാബേസ് ഉണ്ട്. ദർ ആർ അതർ ഓപ്ഷൻസ് ആസ് വെൽ. ലൈവിലോ നല്ലൊരു നമുക്ക് ഡെയിലി ന്യൂസസ് അപ്ഡേറ്റ് ചെയ്യാനൊക്കെ പറ്റുകയാണെങ്കിൽ, നോക്കാൻ പറ്റുകയാണെങ്കിൽ ലൈവിലോ നല്ലൊരു ഓപ്ഷനാണ്. സുപ്രീം കോർട്ടിന്റെ സൈറ്റിൽ തന്നെ സുപ്രീം കോടതി ജഡ്ജ്മെന്റ് സൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ജേണൽ, ഇപ്പൊ KHCO KLTO പോലുള്ള ഒരു ജേണല് സബ്സ്ക്രൈബ് ചെയ്യണം. ഓൺലൈൻ ഓപ്ഷൻസ് അവൈലബിൾ ആണ്, വളരെ ചെറിയ എമൗണ്ടിലൊക്കെ അവൈലബിൾ ആണ്. ഇപ്പോൾ നിങ്ങൾ ലോ കോളേജുകളിൽ പഠിക്കുമ്പോൾ അവിടെ തന്നെ ഡാറ്റാബേസ് അവൈലബിൾ ആണ്. ഇപ്പൊ ടു ബി ഫ്രാങ്ക്, കോഴിക്കോട് ലോ കോളേജിൽ പഠിച്ച ഒരാളാണ് ഞാൻ. കോഴിക്കോട് ലോ കോളേജിന്റെ ലൈബ്രറിയും ഞാൻ എന്റെ മിനിമൽ ആയിട്ടുള്ള ലീഗൽ നോളജിന് ആർക്കെങ്കിലും കേർട്ടസി കൊടുക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഫോർ കാലിക്കറ്റ് ലോ കോളേജ് ലൈബ്രറി. അവിടെയുള്ള ഡിജിറ്റലും ബുക്സും ആയിട്ടുള്ള ലൈബ്രറിക്ക് മാത്രമാണ്. അങ്ങനെ സാറത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ നാഷണൽ ലോ സ്കൂൾസിന്റെ ക്വാളിറ്റി ഉണ്ടാവില്ല, പക്ഷെ വി ഹാവ് ടീച്ചേഴ്സ്, വളരെ ക്വാളിറ്റിയുള്ള ഡെപ്ത് ഉള്ള ടീച്ചേഴ്സ് ഉണ്ട്. എല്ലാവരും ഒരുപോലെ ആവണമെന്നില്ല, ദർ ആർ ഡിഫറൻസസ്. പക്ഷെ ആ ടീച്ചേഴ്സും കോളേജ് ലൈബ്രറിയുമാണ് നമ്മളെയൊക്കെ ആ നിലക്ക് ത്രൈവ് ചെയ്തിട്ടുള്ള, സഹായിച്ചിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത്. നിങ്ങൾ ചോദിച്ച സൈറ്റ്സ് പറയുകയാണെങ്കിൽ ഐ ഷുഡ് സജസ്റ്റ് ബാർ ആൻഡ് ബെഞ്ച് പോലുള്ള, ലൈവ് ലോ പോലുള്ള ആപ്പുകളുണ്ട്. ഐ മീൻ സൈറ്റുകളും അവരുടെ ആപ്ലിക്കേഷൻസും ഉണ്ട്. ഇപ്പൊ സുപ്രീം ടുഡേ പോലുള്ള ഡാറ്റാബേസുകളുണ്ട്. വളരെ ചെറിയ നോമിനലി ആനുവൽ ഫീ ഒക്കെ കൊടുത്താൽ, ഈവൻ അതർവൈസ് ഇപ്പോൾ നമ്മുടെ KLT KHC പോലുള്ള ഓൺലൈൻ സബ്സ്ക്രിപ്ഷൻസ് ഉണ്ട്. ഐ വുഡ് സജസ്റ്റ്, നമ്മളെല്ലാം ഡെയിലി, ഇപ്പൊ നമുക്ക് അങ്ങനെ തോന്നും, ഞാനും അങ്ങനെ തോന്നിയിട്ടുള്ള ആളാണ്. അപ്പം ഡെയിലി കേസ് ലോസ് അപ്ഡേറ്റ് ചെയ്ത് ഇന്ന് വന്നിട്ടുള്ള കോടതി വിധികൾ ഈ തവണ, അങ്ങനെ നമുക്ക് കഴിയില്ല. കഴിയാത്തത് അറ്റംപ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. അങ്ങനെ കഴിയുന്ന മനുഷ്യരുണ്ട്, അങ്ങനത്തെ ആൾക്കാരെ നമ്മൾ അഡ്മയർ ചെയ്യുന്നു. ബട്ട് ഐ കനോട്ട് ഡു ദാറ്റ്. സോ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഐ ജസ്റ്റ് അപ്ഡേറ്റ് ഇന്ന് എന്തൊക്കെ സുപ്രീം കോടതി, അപ്പൊ നമുക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഓൺ ആക്കി വെക്കാലോ. അതിൽ നമുക്ക് ഇൻട്രസ്റ്റഡ് ആയ ഒരു ഏരിയ തോന്നിയാൽ വിൽ ഗോ ദെയർ ആൻഡ് റീഡ് ഇറ്റ്. അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് നോക്കിയിട്ടേ ഉണ്ടാവും. നാളെ ഒരു കേസ് വരുന്നു, ഒരു സിറ്റുവേഷൻ വരുന്നു, വിൽ ഗോ ബാക്ക് ആൻഡ് സെർച്ച്. ഇങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ, വിൽ ഗോ ബാക്ക് ആൻഡ് സെർച്ച്. അല്ല, പുതിയൊരു ജഡ്ജ്മെന്റ് വരുന്നു, മുമ്പ് വന്നത് അങ്ങനെയല്ല, വിൽ റീഡ് ബോത്ത്. ഇങ്ങനെ കണക്റ്റഡ് ആയി വായിക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി മോർ ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ നിങ്ങൾ ചോദ്യത്തിന് ആൻസർ പറയുകയാണെങ്കിൽ ഇപ്പോൾ അറ്റ്ലീസ്റ്റ് വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് ലൈവ് ലോ, ബാർ ആൻഡ് ബെഞ്ച് ലൈക്ക് ദാറ്റ്, ഓർ സബ്സ്ക്രൈബ് KLT or KHC. KLT KHC എന്നൊക്കെ പറഞ്ഞാൽ അത് സുപ്രീം കോടതി ജഡ്ജ്മെന്റ്സ് ഒക്കെ അതിനകത്ത് ഉണ്ടാവും. താങ്ക് യു സർ. വൺ മോർ ഡൗട്ട്, ഒരു കോമൺ വൺ ഡൗട്ട് ആണ്. ഓക്കെ, സോ നമ്മൾ ഈ പറയുന്നുണ്ട് കോടതി ഇപ്പോഴും ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഈവൻ സാറ്റർഡേസ് ഗ്രൂപ്പ് ഫംഗ്ഷൻ. അപ്പൊ ഈ ഫാസ്റ്റ് ട്രാക്ക് കോർട്ട് എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ പെട്ടെന്നൊരു കേസ് നമ്മൾ പുഷ് ചെയ്യണമെങ്കിൽ ഫാസ്റ്റ് ട്രാക്ക് കോർട്ട് എന്നാ പറയാറ്. അപ്പൊ ഈ കോർട്സ് സൺഡേസിലും ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടാവോ? ഇല്ല, ഫാസ്റ്റ് ട്രാക്ക് കോർട്ട് മീൻസ് സ്പെഷ്യലി അവർക്ക് അസൈൻഡ് ആയിട്ടുള്ള മാറ്റേഴ്സ് മാത്രം. സ്പെഷ്യൽ കോർട്സും ഫാസ്റ്റ് ട്രാക്ക് കോർട്സ് ഉണ്ട്. ഈവൻ അതർവൈസ് സെഷൻസ് കോർട്ട്, ഫാസ്റ്റ് ട്രാക്ക് കോർട്ടുകളുണ്ട്. ഇതെല്ലാം Yasin, could you please mute yourself? Yeah.
അപ്പോ ജന ഇതില് ഫാസ്റ്റ് ട്രാക്ക് കോർട്ട് ഡസൻ മീൻ ദാറ്റ് ഏതെങ്കിലും നമ്മൾ വിചാരിക്കുന്ന പോലെ ഫാസ്റ്റ് ട്രാക്ക് ആണ്. അവർക്ക് സ്പെഷ്യലി അസൈൻഡ് ആയിട്ടുള്ള കേസുകൾ ഫാസ്റ്റ് ട്രാക്കിൽ മീൻസ് അത് മാത്രമേ ഉണ്ടാവൂ. അപ്പം അത് തീർക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു സങ്കല്പം. പ്രാക്ടിക്കലി ഇത് അഡീഷണൽ സെഷൻസ് കോർട്ടുകളൊക്കെ തന്നെയാണ് ഫാസ്റ്റ് ട്രാക്ക് ആവുക. സോ അങ്ങനെ സൺഡേ കോടതി അല്ല അത്. വേറെ ഒന്നുമില്ലെങ്കിൽ ഐ തിങ്ക് അത്യാവശ്യം എക്സ്ഹോസ്റ്റീവ് ആയിരുന്നു. സോ ഒന്നുമില്ല എന്ന് വിചാരിക്കുന്നു. വിൽ വെയിറ്റ് ഫോർ 1 minute. ഓക്കെ. യൂനസ്, IPCയും BNSും ഇമ്പാക്ട് ഇൻ ദ സെൻസ് ഒഫൻസുകളിലൊക്കെ ഉള്ളത് വളരെ ചെറിയ മാറ്റങ്ങളൊക്കെ തന്നെയാണ്. പ്രാക്ടിക്കലി ആണ്, പ്രൊസീജിയറലി ആണ് വലിയ ഇമ്പാക്ട്സ് ഉള്ളത്. ഇപ്പം കോടതികളുടെ പ്രൊസീജിയറുകളിൽ, പോലീസ് അന്വേഷണത്തിന്റെ രീതികളില്, പിന്നെ നമ്മൾ ശ്രദ്ധിക്കാത്ത പലതും. ഇപ്പം അബ്സ്കൗണ്ടിങ് ആയ പ്രതികൾക്ക് ഒരു ഉദാഹരണം മാത്രം പറയാം. അബ്സ്കൗണ്ടിങ് ആയ പ്രതികൾ അവരുടെ ആബ്സെൻസിൽ വേണമെങ്കിൽ അവരെ വിചാരണ നടത്തി തീർക്കാം. അവര് പ്രോപ്പർലി നേരത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം കോടതിയിൽ ഹാജരായതിനു ശേഷം മുങ്ങിയതാണെങ്കിൽ അങ്ങനെ ചെയ്യാമെന്ന് പോലും. ഇതൊക്കെ വളരെ ഫണ്ടമെന്റൽ ആയ ചേഞ്ചസ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. ഇലക്ട്രോണിക് എവിഡൻസിന്റെ സാധ്യതകളെ കുറിച്ചുള്ള, അല്ലെങ്കിൽ പോലീസ് അന്വേഷണം സുതാര്യമാക്കാൻ എന്ന പേരിൽ റെക്കോർഡ് ചെയ്യണം എന്ന് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, അങ്ങനത്തെ പ്രൊസീജിയറലായ ഇമ്പാക്ട്സ് എങ്ങനെ ഉണ്ടാവും എന്നിപ്പോ നമുക്ക് മനസ്സിലാക്കാനായിട്ടില്ല. നമ്മൾ ജാമ്യാപേക്ഷ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പ്രൊസീജിയറിൽ തുടങ്ങിയിട്ടുള്ളൂ. അതേസമയം ഈ പോലീസ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ജൂലൈ 1 ശേഷമുള്ള കേസുകളിൽ അന്വേഷണ റിപ്പോർട്ടുകൾ കൊടുത്ത് അതിന്റെ വിചാരണ നടക്കുമ്പോഴാണ് ഈ പ്രൊസീജിയറൽ ഇമ്പാക്ട് എങ്ങനെയാണ് ആക്ച്വലി ഇമ്പാക്ട് ചെയ്യാൻ പോകുന്നത് എന്ന ഒരു പ്രശ്നമുള്ളൂ. ഫണ്ടമെന്റലി ഈ അമെന്റ്മെന്റുകൾക്ക് ഒരു പ്രശ്നമുണ്ട്. അത് ഒന്ന്, കപിൽ സിബലിനെ പോലെയൊക്കെ പറയുന്ന ആളുകൾ എന്തിനാണ് ഈ പേര് മാറ്റിയെന്നുള്ളതാണ്. അപ്പം ഇന്ത്യൻ പീനൽ കോഡ് എന്ന് പറയാൻ കാരണം എന്താന്ന് വെച്ചാല്, ഇന്ത്യൻ പീനൽ കോഡ് ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയപ്പോൾ പറഞ്ഞൊരു പേരാണ്. കാരണം എന്താ വെച്ചാൽ അവര് ഒരുപാട് കോമൺവെൽത്ത് രാജ്യങ്ങൾക്ക് പീനൽ കോഡ് ഉണ്ടാക്കിയിരുന്നു. ഇപ്പൊ ഇന്ത്യക്ക് ഉണ്ടാക്കിയപ്പോൾ ഇന്ത്യൻ പീനൽ കോഡ് എന്ന് പറഞ്ഞു. നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്ന പുതിയ നിയമങ്ങൾക്കൊന്നും ഇന്ത്യൻ എന്നും പറയാറില്ല. കാരണം എന്താ വെച്ചാൽ ഇത് ഇന്ത്യൻ പാർലമെന്റ് ഉണ്ടാക്കുന്നതാണ്, അതിന് പിന്നെ ഇന്ത്യൻ എന്ന് പറയേണ്ട കാര്യമില്ല. പിന്നെ അത് IPC പഴയതായതുകൊണ്ട് ഇന്ത്യൻ പീനൽ, അത് പിന്നെ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ന്യായ് സംഹിത എന്നൊക്കെ പറയുന്ന ഫണ്ടമെന്റലി അതിന്റെ രീതി, അത് കൊണ്ടുവന്ന രീതി, ഇതിനൊക്കെ കുഴപ്പമുണ്ട്. ന്യായ് സംഹിത അല്ലല്ലോ. പീനൽ കോഡ് ഇസ് പീനൽ കോഡ്, അത് നീതി സംഹിത അല്ല. സോ ഇത് കപിൽ സിബലിന്റെ വിമർശനമാണ് ഈ ഞാൻ അവസാനം പറഞ്ഞത്. സോ ദർ ആർ ഫണ്ടമെന്റൽ ഇഷ്യൂസ്. പ്രൊസീജിയറലി എന്ത് ഇമ്പാക്ട് ഉണ്ടാക്കും എന്നുള്ളത് പ്രശ്നമാണ്. പിന്നെ സ്റ്റേറ്റിന്റെയും പോലീസിന്റെയും പവർ പല രീതിയിൽ വർദ്ധിപ്പിക്കുന്ന ഒരുപാട് പ്രൊവിഷൻസ് ആർ ദർ. അതെങ്ങനെ ഇമ്പാക്ട് ചെയ്യാൻ പോകുന്നു? ഓഫ് കോഴ്സ് പവർ കിട്ടി കഴിഞ്ഞാൽ ദർ വിൽ ബി ഓപ്പറേഷൻ. അതിന്റെ മിസ്യൂസ് ഉണ്ടാവും എന്നുള്ളത് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ആണ്. സോ അതെങ്ങനെ ഇമ്പാക്ട് ചെയ്യാൻ പോകുന്നു എന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. ഇമ്പാക്ട് എന്താണെന്ന് വെച്ചാൽ വിൽ വെയിറ്റ് ആൻഡ് സീ. വേറൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ സൽമാൻ? ഓക്കെ. നമുക്ക് ഇന്റേൺഷിപ്പിന്റെ അതിന്റെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് നമുക്ക് ഇതിനു ശേഷം ഗ്രൂപ്പിൽ അറിയിക്കാം. Yeah, I'll thank you everyone, and especially Anis sir. Very വളരെ സന്തോഷമുണ്ട് അനീസ് സാറിന്റെ പ്രസൻസിലും അദ്ദേഹത്തിന്റെ ക്ലാസ്സിലും. ആൻഡ് എവ്രിവൺ കൺസിസ്റ്റന്റ്ലി നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ നല്ല ഓഡിയൻസ് ഉണ്ടായിരുന്നു. താങ്ക് യു വെരി മച്ച്.